ഒച്ചിന്റെ നമസ്കാരം. ഒച്ചിനെ പോലും തോൽപ്പിക്കുന്ന വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ. അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ, നമുക്ക് കഴിയുന്നത് നമുക്ക് ചെയ്യാം. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ആയിരം കോടിയുടെ ത്രികോണ പദ്ധതി ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂർ, ട്രിവാൻഡ്രം 2 മാസത്തോളമാകുന്നത് കേട്ടിട്ട് ഒരു വിവരാവകാശം വിട്ടിട്ട് ഇതുവരെയും വിവരം കിട്ടുന്നില്ല. ഇതാണ് കേരള സർക്കാരിന്റെ വേഗത. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സെയിലിംഗ് കമന്ററിക്കും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു പ്രേക്ഷകന് കുറച്ച് വാൾനട്ട് വേണം. വാൾനട്ട് അറിയാമല്ലോ, അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന സാധനമാണ്. നമ്മുടെ ഇവിടെയും ഇന്ത്യയിൽ കാശ്മീർ തുടങ്ങിയ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വാൾനട്ട് ആൻഡ് റൈസിൻസ്, നമ്മുടെ മുന്തിരി, ഉണക്കമുന്തിരി പോലുള്ള സാധനം, ഈ 2 വസ്തുക്കളും വേണം. ഇത് എന്നെ ശ്രവിക്കുന്ന, സെയിലിംഗ് കമന്ററി ശ്രവിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്നവരുടെ പരിചയത്തിലുള്ള ആരെങ്കിലും വഴി, ഇതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് തന്നെ സ്വയം വളരാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മളെ ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വളർത്തി വലുതാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്, സെയിലിംഗ് കമന്ററിയുടെ ഈ പ്രേക്ഷകന് വാൾനട്ടും റൈസിൻസും ആവശ്യമുണ്ട്. കാശ്മീരോ, പിന്നെ എവിടെയാണ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. പിന്നെയുള്ളത് അമേരിക്കയിലാണ്. അപ്പൊ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ബന്ധങ്ങളുള്ളവർ, വിവരങ്ങൾ അറിയാവുന്നവർ സെയിലിംഗ് കമന്ററിയെ അറിയിക്കുക. നമ്പർ കൊടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ടുള്ള നമ്പർ തന്നെയാണ്. അതിൽ വാട്സാപ്പ് ചെയ്യുക. അതോടൊപ്പം ഇത് തിരിച്ചും ഈ സഹകരണം ഇങ്ങനെ തരുന്നവർക്ക് സെയിലിംഗ് കമന്ററിയുടെ ഈ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തി അവരുടെ കാര്യങ്ങളും, ബിസിനസ്സോ കയറ്റുമതിയോ ഇറക്കുമതിയോ എന്താന്ന് വെച്ചാൽ അവർക്കും ചെയ്യാൻ അവസരമുണ്ടാകും. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഈ വാൾനട്ടിന്റെ മേഖല എന്ന് പഠിക്കുന്നതും നല്ലതാണ്. കാശ്മീർ അക്കൗണ്ട്സ് ഫോർ 98% of the walnut production in India, with the rest coming from Himachal Pradesh, Uttarakhand and Arunachal Pradesh. എനിക്ക് തോന്നുന്നു തണുപ്പ് ഇതിനാവശ്യമാണ്. കാലാവസ്ഥ വളരെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഇതിന്റെ ഉൽപാദനം നടക്കുകയുള്ളൂ. അതാണ് കാശ്മീർ, ഹിമാചൽ എല്ലാം ഹിമാലയത്തിന്റെ പരിസരങ്ങളിലുള്ള പ്രദേശത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ, which used to be a significant exporter of walnuts about 15 years ago, now meets more than 70% of its walnut requirement through imports, as the consumption has increased 5 times in the past 7 years. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ തുറമുഖത്തെ പോലും വയബിളാക്കാൻ പറ്റുന്നത് ഇന്ത്യയുടെ ഈ മാർക്കറ്റ്, ഈ ഹ്യൂജ് മാർക്കറ്റ് എന്നെല്ലാവരും പറയുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. അപ്പോൾ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് വളരെ വലിയ തോതിൽ, about 15 years ago നമ്മളായിരുന്നു ഏറ്റവും ലീഡിംഗ്. Now meets more than 70% of its walnut requirement through imports. ഇറക്കുമതി ചെയ്താണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉൽപാദനം തികയുന്നില്ല ഇപ്പോൾ. അപ്പൊ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ തുറമുഖം ഒരു പ്രധാന കഥാപാത്രമായിട്ട് മാറും. ഇന്ത്യ ഈസ് ദ 4th largest importer of കാലിഫോർണിയ വാൾനട്ട്സ്. അമേരിക്കയിലെ കാലിഫോർണിയ എന്നാണ്. കാലിഫോർണിയ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോസ് ഏഞ്ചൽസ് പടിഞ്ഞാറൻ തുറമുഖമാണ്, പടിഞ്ഞാറൻ സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജപ്പാൻ, കൊറിയ, ചൈന കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്ന ഒരു ഷിപ്പിംഗ് റൂട്ടും നമുക്ക് ഒരു സാധ്യതയുണ്ട്. ഇന്ത്യ ഈസ് ദ 4th largest importer of കാലിഫോർണിയ വാൾനട്ട്സ്, accounting for more than 10% of the total walnut exports from the US. അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വാൾനട്ടിന്റെ 10% ഇന്ത്യയിലോട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് കാലിഫോർണിയ ആൽമണ്ട്സ്. വാൾനട്ടിന് പുറമെ കാലിഫോർണിയയിൽ നിന്നുള്ള ആൽമണ്ട് അറിയാമല്ലോ, നമുക്കറിയാവും, നമുക്ക് സുപരിചിതമാണ് ആൽമണ്ട്സ്. അതും ഏറ്റവും കൂടുതൽ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്.
വാസ്തവത്തിൽ കാലിഫോർണിയ ആണ് അവരുടെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. സിലിക്കൺ വാലി ഒക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ നമുക്ക് വാൾനട്ടും ആൽമണ്ട്സും ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ലോസ് ഏഞ്ചൽസ് പോർട്ട്, ലോങ് ബീച്ച് പോർട്ട് എന്നൊക്കെ പറയുന്ന ആ പോർട്ടുകളിൽ നിന്ന് വേണം നമുക്ക് ഈ കാർഗോ വരാൻ. അപ്പൊ എത്രത്തോളമാണ് കാർഗോ വരുന്നതെന്ന് കൂടെ അറിയണ്ടേ. അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ്, ഇന്ത്യ കൺസ്യൂംസ് അബൌട്ട് 90,000 tons of walnuts a year, of which 60,000 tons are imported. ഒരു വർഷം നമുക്ക് 90,000 ടൺ വാൾനട്ട് ആവശ്യമുണ്ട്. 90,000 ടൺ, അതിൽ 60,000 ടൺ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ 30,000 ടണ്ണാണ് നേരത്തെ പറഞ്ഞ കാശ്മീർ, ഉത്തരാഖണ്ഡ് റീജിയണിൽ നിന്ന് വരുന്നത്. അപ്പോൾ 60,000 ടൺ ഇറക്കുമതി ചെയ്യണമെങ്കിൽ എത്ര കണ്ടെയ്നറാണ് എന്നൊക്കെ കണക്ക് കൂട്ടിയെടുക്കണം. കൃഷ്ണകുമാർ ചിലപ്പോൾ കണക്ക് കൂട്ടുമായിരിക്കും. അതല്ല, അപ്പോൾ ഇത്രയും കണ്ടെയ്നറിൽ ചരക്ക് ഇന്ന് മുംബൈ തുറമുഖം അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ മുണ്ട്ര ഇത്തരം തുറമുഖങ്ങളിലൂടെയാണ് വരുന്നതെങ്കിൽ നാളെ അത് നമ്മുടെ തുറമുഖത്ത് കൂടിയും വരാൻ സാധ്യതയുണ്ട്. അതിലുപരിയായിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ഓഹരി വളർത്തിയെടുക്കാൻ ഈ പറയുന്ന വാൾനട്ടിന്റെയും റൈസിൻസിന്റെയും ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിലൂടെ ഒരു കരാർ കിട്ടാൻ പറ്റിയാൽ അതിലൂടെ നമുക്ക് പുതിയ പുതിയ കരാറുകൾ നേടിയെടുക്കാൻ പറ്റിയേക്കും.